ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് പുതിയ നിയമമാണ്. അതിൻ്റെ ഒരു കാരണം അത് തർജ്ജമയ്ക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിലാണ് എഴുതപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഖുർആന്റെ സ്ഥിതി അതല്ല. മുഹമ്മദിൻ്റെ കാലത്ത് അറബി ഭാഷ അതിൻ്റെ ശൈശവദശയിലായിരുന്നു. അറബി ലിപിയിൽ സ്വരാക്ഷരങ്ങൾ പോലും മുഹമ്മദിൻ്റെ കാലത്തില്ലായിരുന്നു. കൃത്യമായ ഒരു വ്യാകരണം അന്ന് അറബി ഭാഷയ്ക്കില്ല. ഒക്കെ പോട്ടെ, ഒരു പുസ്തകമെങ്കിലും അറബി ഭാഷയിൽ അതിനു മുമ്പ് എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. അറബി ഭാഷയിൽ എഴുതപ്പെടുന്ന ആദ്യത്തെ പുസ്തകം ഖുർആനാണ്. നമുക്കറിയാം, ഒരു ഭാഷയിൽ ഏറ്റവും ആദ്യം എഴുതപ്പെടുന്ന പുസ്തകത്തിന് അതിൻ്റേതായ എല്ലാ ബാലാരിഷ്ടതകളും ഉണ്ടാകും. ഖുർആനിനും ആ ബാലാരിഷ്ടതകളെല്ലാം ഉണ്ട്. പിൽക്കാലത്തുള്ള മുസ്ലിങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ തിരുത്തിയാണ് ഇന്ന് കാണുന്ന ഖുർആൻ ഉണ്ടായത്. വ്യാകരണത്തെറ്റ് വളരെ കുറവുള്ള ഇന്നത്തെ ഖുർആൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഖുർആനിലെ വ്യാകരണപരമായ പല പിശകുകളും ഇസ്ലാമിക പണ്ഡിതന്മാർ കാലാകാലങ്ങളിൽ തിരുത്തി